പിന്നെ പുരുഷന്മാർക്ക് ലൈംഗികമായിട്ടുള്ളൊരു തോന്നൽ കാണുകയില്ല. അപ്പൊ ആ ഒരു 3000-3500 ആ ഒരു ഇതിൽ ചികിത്സ നടന്നേലേ ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു. ദൈവമേ, ശരിക്കും നമുക്ക് തന്നെ അവർക്ക് സൈഡ് എഫക്റ്റ് ഇല്ല പച്ചമരുന്ന് കഴിച്ചാൽ. ഞാനിപ്പോ ഒരു 40 വർഷത്തോളമായി ചികിത്സാ രംഗത്തുണ്ട്. 2 മാസം കഴിക്കേണ്ടി വന്നുള്ളൂ, അപ്പോഴത്തേനും എനിക്ക് ശരിയായിരുന്നു. 2 പ്രാവശ്യം മരുന്ന് കൊടുക്കുമ്പോഴേക്കും അവർക്ക് കുട്ടികളായി. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ എന്തായാലും പൊന്നി ടീച്ചറുടെ അടുത്ത് എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയത് അല്ലെ? വേരുകൾ ചേർത്തുണ്ടാക്കുന്ന മരുന്നാണ് എന്റേത്. അവർക്ക് പൂർണ്ണമായിട്ട് രോഗം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷമാണ് എന്റെ സന്തോഷം. കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നുണ്ട്. ചിലപ്പം ബീജത്തിന് അളവ് കുറവായിരിക്കും. മാനസികാവസ്ഥ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം 6 വർഷങ്ങൾക്ക് ശേഷം 40 വർഷത്തെ രോഗം നമ്മള് 2 മാസവും കൊണ്ട് മരുന്ന് കൊടുത്ത് മാറ്റിയത്. ഇവിടെ കഴിച്ച എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം വന്നിട്ടുണ്ട്. എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട്. ആളുകളിൽ നിന്ന് അങ്ങനെ വലിയ തുക മേടിക്കില്ല. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗലൻ. ലൈംഗിക ഉത്തേജനക്കുറവ് മൂലം സന്തോഷം നഷ്ടപ്പെട്ട ദമ്പതിമാരുടെ എണ്ണം കൂടി വരികയാണ് ഇന്നത്തെ കാലത്ത്. എന്നാൽ ഇതിന് ഇന്ന് ഒരുപാടധികം പരിഹാരങ്ങളും ലഭ്യമാണ്. എന്നാൽ അവക്കൊക്കെ പരിഹാരത്തിൽ കൂടുതൽ പാർശ്വഫലങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്നാൽ ഒട്ടും പാർശ്വഫലങ്ങളില്ലാതെ തീർത്തും പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം അനുഭവിക്കുന്ന ദമ്പതികൾ ശാശ്വതമായി അതിനൊരു പരിഹാരം കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറിലുള്ള പൊന്നി ടീച്ചറാണ് കേട്ടോ. ഏകദേശം 40 വർഷത്തിൽ കുറയാതെ ഈ ഒരു മേഖലയിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഈ ഒരു വൈദ്യ. ലൈംഗിക ഉത്തേജനത്തിനും വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ആ ഒരു പരിഹാരവും മാത്രമല്ല പൊന്നി ടീച്ചർ നൽകുന്നത്. മൈഗ്രെയിൻ, സോറിയാസിസ്, വെരിക്കോസ് വെയിൻ പോലുള്ള വലിയ രോഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റെല്ലാ അസുഖങ്ങൾക്കും കൃത്യമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പൊന്നി ടീച്ചർ. 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇതുവരെ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളരെ ലളിതമായ ചികിത്സകളിലൂടെ പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊന്നി ടീച്ചറെ പരിചയപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ഒരുപാട് പേർക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സ കൊടുത്തിട്ടുള്ള ഒരാളാണ് ടീച്ചർ എന്ന് നമ്മൾ ഒരുപാടായി കേൾക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഇടുക്കിയിൽ ടീച്ചറെ കാണാൻ വേണ്ടി വരാൻ തന്നെ കാരണം അതാണ്. പൊന്നി ടീച്ചർ എന്നാണ് ടീച്ചറിനെ പറയുന്നത്. ഈ ടീച്ചർ എങ്ങനെ വൈദ്യയായത്? ഞാൻ ടീച്ചറാണ്, അതോടൊപ്പം തന്നെ വൈദ്യരുമാണ്. പച്ചമരുന്ന് പറിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ധാരാളം ആളുകൾക്ക് പച്ചമരുന്ന് കൊടുത്ത് അസുഖം ഭേദമാക്കിയിട്ടുണ്ട്. നമ്മൾ കാട്ടിൽ നിന്ന് പോയി പറിച്ചോണ്ട് വന്ന് ഉണ്ടാക്കുന്ന മരുന്ന്. ഈ മരുന്നില് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കേടാകാതിരിക്കാൻ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. വേരുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന മരുന്നാണ് എന്റേത്. അതാണ് ഒറ്റമൂലി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ടീച്ചറാണ്. സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പച്ചമരുന്നിന്റെ ജോലിയും കൂടെ ചെയ്തു. എന്നാൽ ആളുകൾ ഒരുപാട് വന്ന് തുടങ്ങിയ പിന്നെ സ്കൂളിലെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഈ ജോലി തുടർന്ന് പോകുന്നു. എല്ലാ ചികിത്സയും ഉണ്ട്. കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നുണ്ട്. അതുപോലെ വെരിക്കോസ് കൂടുതലായിട്ട് പഴുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ആളുകൾ വരുന്നത്. അവർക്ക് നിങ്ങൾക്ക് അവരെ കാണാം, അവിടെ ഉണ്ട്. അവർക്ക് പൂർണ്ണമായിട്ട് രോഗം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷമാണ് എന്റെ സന്തോഷം. അതേപോലെ തലവേദന കൊണ്ട് നിവൃത്തിയില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ വരുന്ന ആൾക്കാർ തലവേദന മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പുറത്താരും പറയാത്ത ഒരു രോഗമാണ് പൈൽസ്. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ആ രോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ വളരെ വലിയ സന്തോഷമാണ് മോനെ. ഒരുപാട് തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതാവാറുണ്ട് പലർക്കും അല്ലെ? ഏത് കാരണങ്ങൾ കൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ചികിത്സിക്കുന്നത്? അത് എല്ലാം നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. എന്നാലും പെൺകുട്ടികൾക്ക് PCOD ഒരു വിഷയം, പിന്നെ പുരുഷന്മാർക്ക് ലൈംഗികമായിട്ടുള്ളൊരു തോന്നൽ കാണുകയില്ല, പിന്നെ ചിലപ്പം ബീജത്തിന് അളവ് കുറവായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകും. നമ്മൾ കൊടുക്കുന്ന പച്ചമരുന്ന് അവരുമായിട്ട് സംസാരിച്ച് അവർക്കത് ചേരും എന്ന് കണ്ട് ആ പച്ചമരുന്ന് കൊടുക്കും. 2 പ്രാവശ്യം മരുന്ന് കൊടുക്കുമ്പോഴേക്കും അവർക്ക് കുട്ടികളായി. ഒത്തിരി പേർക്ക് കുട്ടികളായിട്ടുണ്ട്. ഇവിടെ പരിശോധനയൊന്നും ഇല്ല. അവര് പറയുന്നു, അവരൊത്തിരി അടുത്തൊക്കെ പോയിട്ട് മടുത്താണ് ഇവിടെ വരുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ പരിശോധിച്ചതിന്റെ എല്ലാ റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പച്ചമരുന്ന് കൊടുക്കുന്നു. അവരുടെ കയ്യിലുള്ള അതൊന്ന് വായിച്ചു നോക്കും. വായിച്ചു നോക്കി നമുക്കടെ മരുന്ന് അവർക്ക് ചേരുമെന്നുണ്ടെങ്കിൽ
അവർക്ക് ആ മരുന്ന് കൊടുക്കും. അപ്പൊ അതിന് ഒരുപാട് ദിവസം വേണ്ടി വരും ഈ മരുന്ന്? ഇല്ല, മരുന്ന് ഞാൻ കാട്ടിൽ നിന്ന് പറിച്ചോണ്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് മരുന്ന് കൊണ്ടുതരാൻ ആൾക്കാരുണ്ട്. ആ വേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ മരുന്നുകൾ ഒരാൾക്ക് ഞാൻ മരുന്ന് കൊടുക്കുമ്പോൾ 2500 രൂപയാണ് ഒരു മാസത്തേക്കുള്ള മരുന്നിന്. ഒത്തിരി വലിയ ചെലവൊന്നും ഇല്ല. ആളുകളിൽ നിന്ന് അങ്ങനെ വലിയ തുക മേടിക്കില്ല. നമുക്കിവിടെ പരിശോധനയൊന്നും ഇല്ലല്ലോ. ഈ പച്ചമരുന്നിന്റെ ചെലവ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഇത് കഴിച്ചെന്നോർത്ത് ഇപ്പൊ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ പോലും അവർക്ക് സൈഡ് എഫക്റ്റ് ഇല്ല. പച്ചമരുന്ന് കഴിച്ച ഇവിടെ കഴിച്ച എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം വന്നിട്ടുണ്ട്. പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, അൾസർ, അസിഡിറ്റി ഇല്ലാത്തവരില്ല. അതൊക്കെ മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. പിന്നെ ഇപ്പം എന്നോട് കുറച്ച് പേര് വിളിച്ചു ചോദിച്ചു, ഇന്ന് ചോദിച്ചതാണ്, ടീച്ചറെ സ്കൂളിലെ കുട്ടികളുടെ തല നിറച്ച് പേന, അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരാമോ? ഈസിയാണ്. ഒരു പിടുത്തം തുളസിയില പറിച്ച് ഒരു 3 ചുമന്ന ഉള്ളിയും കൂടെ അരകല്ലയിൽ അരച്ച് അത് മുട്ടവെള്ള ചേർത്ത് നന്നായിട്ട് ചാലിച്ച് അത് ആ തലയോട്ടിയെ തേച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പം വീര്യം കുറഞ്ഞ ഷാമ്പു ഇട്ടോ ചന്ദ്രിക സോപ്പോ ഇട്ട് തല കഴുകി കളഞ്ഞാൽ ആ പേൻ പൊക്കോളും. പിന്നെ ഉണ്ടാവില്ല. അത് നമുക്ക് എപ്പോ വേണേലും ചെയ്യാവുന്ന ഒരു പണിയാണല്ലോ. തീർച്ചയായിട്ടും. അത് തലയ്ക്ക് ഗുണം അല്ലാണ്ട് ദോഷമില്ലല്ലോ. കെമിക്കൽ അടങ്ങിയ സംഭവങ്ങളൊന്നും കുട്ടികളുടെ തലയിൽ തേക്കാതിരിക്കുക. ഇത് ഒരു ഞായറാഴ്ച ചെയ്തിട്ട് അടുത്ത ഞായറാഴ്ചയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും, ഞായറാഴ്ച മാത്രം ചെയ്താൽ മതി, തലമുടിയും ഉണ്ടായിക്കോളും, തലയ്ക്ക് നല്ല വൃത്തിയാകും, പേനും ഉണ്ടാവില്ല. ഓ, അത് ശരി. ഞാനിപ്പോ ഒരു 40 വർഷത്തോളമായി ചികിത്സാ രംഗത്തുണ്ട്. അപ്പോ വേറെ എന്തൊക്കെ ചികിത്സകൾ ഇപ്പോ സാധാരണയായിട്ട് കൊടുക്കുന്നത്? ഇവിടെ എല്ലാ ചികിത്സയുണ്ട്, എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, മൂത്രത്തിക്കല്ല്, തലവേദന, കൊളസ്ട്രോള്. സാധാരണഗതിയിൽ ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് നമ്മൾ പരമാവധി എത്ര കാലം വരെയൊക്കെ മരുന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്? ഇവിടെ ഒരു 2 പ്രാവശ്യം ഞാൻ മരുന്ന് കൊടുത്തിട്ട് അവർക്ക് ഫലം ഇല്ല എങ്കിൽ, അങ്ങനെ ഇല്ലാതെ വരുന്ന കുട്ടികളാണെങ്കിൽ അവരോട് ഞാൻ പറയും ഇനി തുടർന്ന് മരുന്ന് കഴിക്കണ്ട എന്ന് പറയും. ഓ, അത് ശരി. നമ്മൾ വെറുതെ അവർക്കടെ പൈസ എനിക്ക് വേണ്ട. അങ്ങനെ അല്ലേ? ഓ, അത് ശരി. അപ്പൊ ഇതില് ഇപ്പൊ വന്നവരില് എത്രത്തോളം ആളുകൾക്ക് അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഈ 2 മാസം? ഒത്തിരി പേർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം വന്ന എല്ലാരെയും അങ്ങനെ കാണിക്കണമെന്നുള്ള എല്ലാവർക്കും സാധ്യമല്ല. അങ്ങനെ ചില അസൗകര്യങ്ങൾ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇനി എന്തായാലും ഇപ്പോ ടീച്ചറെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള കുറച്ച് പേരോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയട്ടെ കേട്ടാ. എന്തായിരുന്നു പേര്? ഇയാളുടെയോ? എന്റെ പേര് ബിസ്മി. വീടിനടുത്ത ഒരു ചേച്ചി വെരിക്കോസ് വെയിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ടീച്ചറോട്, ഇങ്ങനെ വെറുതെ ഞങ്ങൾക്കിപ്പം കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി നോക്കിയിട്ട് ഒത്തിരി അത്യാവശ്യം നല്ല പേരുള്ള ഹോസ്പിറ്റലിലൊക്കെയാ എല്ലാവർക്കും ശരിയാകുന്നുണ്ട്. പക്ഷെ ഞങ്ങള് പോയി ഒരു 3 ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ശരിയായില്ല. കേരളത്തിനകത്തുള്ള ഹോസ്പിറ്റൽ തന്നെ ഒന്ന് മൂവാറ്റുപുഴ അടുത്തായിട്ട് വരുന്ന ഒന്ന്, പിന്നെ നമുക്ക് വീടിന് കുറച്ചടുത്തായിട്ട്, പിന്നെ അല്ലാതെ നമ്മൾ പച്ചമരുന്ന് അങ്ങനെയും നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ശരിയായില്ല. അപ്പൊ പിന്നെ കുറച്ച് ഇങ്ങനെ പോയി മടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ, അല്ലെ പിന്നെ നമുക്ക് കുറച്ചുകൂടി നോക്കാം എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. അപ്പൊ പിന്നെ അടുത്തുള്ള ചേച്ചി ഇങ്ങനെ ഇവിടെ മരുന്നിന് വേണ്ടി വന്നപ്പോ ആ ചേച്ചി ടീച്ചറിനോട് വെറുതെ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കുട്ടികളില്ലാതെ ഇങ്ങനെ ഉണ്ട്, അപ്പൊ നമുക്ക് അതിനുള്ള മരുന്ന് വല്ലതും ഉണ്ടോ എന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ടീച്ചറെ വിളിച്ചു തന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അതിനുള്ള മരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ പോരാൻ പറഞ്ഞു. അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒരു 2 മാസമേ മരുന്ന് കഴിച്ചുള്ളൂ. 2-ാം മാസം മരുന്ന് കഴിച്ച ഉടനെ എനിക്കാണെങ്കിൽ പിന്നെ ഒരു ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ ചോദിച്ചു, എനിക്കൊരു ഭയങ്കര ക്ഷീണമൊക്കെ ആ ഒരു സംശയം പോലെ ഉണ്ട്, അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നാൽ പിന്നെ മരുന്ന് ഒരു 3-4 ദിവസത്തേന് നിർത്തിക്കുക, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് തുടങ്ങാം എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് 2 മാസം കഴിക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴത്തേനും എനിക്ക് ശരിയായിരുന്നു. ആണോ? അത് ശരി. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എത്ര വർഷം ഇങ്ങനെ കുഞ്ഞില്ലാത്തപ്പോഴാണ് നിങ്ങൾ മറ്റു ചികിത്സകളൊക്കെ നോക്കിയിരുന്നത്? ആദ്യം ഒന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഒരു 2-ാമത്തെ വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എല്ലാവർക്കും തന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും തന്നെ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്, നമുക്കൊരു വിഷമം തോന്നുമല്ലോ. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട്. എനിക്ക് ലാപ്രോസ്കോപ്പി വരെ ചെയ്തതാ, എന്നിട്ടും ശരിയായില്ല. അത് കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പോക്കുവരവും പാടാ. പിന്നെ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലും വെച്ച് നോക്കുമ്പോൾ ചിലവ് കുറവുണ്ടെങ്കിലും അത്യാവശ്യം ചിലവാകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളതങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ വീടിനടുത്ത ഹോസ്പിറ്റലിൽ പോയി നോക്കി.
എന്നിട്ടും ശരിയായില്ല. പൊന്നി ടീച്ചറുടെ അടുത്തെത്തി അതിനുശേഷമാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് അല്ലെ? രണ്ടുപേർക്കും ഒരൊറ്റ തരത്തിൽപ്പെട്ട മരുന്നായിരുന്നോ കഴിക്കാണ്ടായിരുന്നത്? എനിക്ക് വേറൊരു മരുന്നും പിന്നെ ഹസ്ബൻഡിന് വേറെ ഒരു 3 കൂട്ടമാണെന്ന് തോന്നുന്നു മരുന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. വെറും 2 മാസം മാത്രമേ കുടിക്കേണ്ടി വന്നുള്ളൂ അല്ലെ? അത് ശരിക്കും എനിക്ക് 2 മാസം കഴിക്കേണ്ടി വന്നു, ഹസ്ബൻഡിന് അത്രയും കഴിക്കേണ്ടി വന്നില്ല. ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ ശരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു പ്രാവശ്യം പോലും ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിന് ഇപ്പൊ ഇത്രയും നാള് കഴിഞ്ഞിട്ട് എന്നുള്ള ഒരു സ്ഥിതിക്ക് എന്തെങ്കിലും പ്രത്യേക റെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വേണ്ടി വന്നോ? ഒന്നും വേണ്ടി വന്നില്ല. ഇതാണ് ഞങ്ങളുടെ മോള്. എന്താ പേര് മോളുടെ? സാറ. എത്ര മാസമായി ഇപ്പൊ മോൾക്ക്? 5.5 മാസം. ഇപ്പൊ ജനിച്ച സമയത്ത് ആൾക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഒരു പ്രശ്നം ഉണ്ടായില്ല അല്ലെ? അപ്പോ എന്തായാലും പൊന്നി ടീച്ചറുടെ അടുത്ത് എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയത് അല്ലെ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് നിങ്ങൾ വേറെ ആരോടെങ്കിലും പറയുക ഒറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാരോടും പറയാറുണ്ട്. അതില് ഞങ്ങളുടെ അറിവില് തന്നെ ഒരു 4 പേര് ഇവിടെ വന്ന് മരുന്ന് മേടിക്കുന്നുണ്ട്. ഒരാള് മേടിച്ച് ശരിയാവുകയും ചെയ്തു. അല്ലാതെ ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരോടും തന്നെ ഞങ്ങൾ പറയാറുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ കുറെ വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഇതാണ്. അങ്ങനെയുണ്ട്. വേറൊന്നും പോലല്ല, ഇത് ഏറ്റവും വലിയൊരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായതുകൊണ്ട് നമുക്ക് ഒട്ടും അറിയാൻ മേലാത്ത ഒരാൾക്കാരെ നമ്മൾ കേട്ടറിഞ്ഞ് അവരുടെ ബന്ധുക്കൾ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ അവരിലൂടെയാണെങ്കിലും പറഞ്ഞറിയിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ശരി. ഇപ്പോ നിങ്ങൾക്ക് ഈ PCODയുടെ ഒരു പ്രശ്നം ഇപ്പോ ഡെലിവറിക്ക് ശേഷം ഇല്ല, അങ്ങനെ വന്നിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാല് നമുക്ക് മക്കളില്ലാത്ത പ്രശ്നം മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് നമ്മൾ മുമ്പ് സഫർ ചെയ്തിരുന്ന വേറെ വിഷയങ്ങളും കൂടിയാണ് ഇതിന്റെ ഒപ്പം ഇല്ലാതായി കിട്ടുന്നത് അല്ലെ? ഈ ഒരു ചികിത്സക്കൊക്കെ നിങ്ങൾക്ക് മുമ്പത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെലവ് കൂടുതലായിരുന്നോ? അല്ലെങ്കിൽ അല്ല, ചെലവ് നമുക്ക് സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു മാസത്തിന് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലാണെങ്കിലും എങ്ങനെ പോയാലും നമുക്ക് ജോലി ആ ദിവസത്തെ പോകും. ഒരു മാസം തന്നെ ഒരു 4-5 തവണ നമുക്ക് പോവേണ്ടി വരും. പിന്നെ അത്യാവശ്യം നല്ല ചെലവും വരും. ഒരു 10-20,000 രൂപ എങ്ങനെ പോയാലും വരും. കാരണം അത്ര ഇതായിട്ടുള്ള ഈ ഒരു ചികിത്സ അതുപോലെയാണല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആയത് ആദ്യത്തെ തവണ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു മാസത്തേന് 2,500 രൂപ മാത്രമേ നമുക്ക് മരുന്നിനാവുന്നുള്ളൂ. പിന്നെ അത് ഈ 2ാമത്തെ തവണ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡിന്റെ മരുന്ന് മേടിക്കേണ്ടി വന്നില്ല, എനിക്ക് 2ാമത് മേടിച്ചത്. അത് നമ്മൾ മേടിക്കുമ്പോഴത്തേനും വെറും 700 രൂപ മാത്രമേ ആയുള്ളൂ. അപ്പൊ ആ ഒരു 3,000-3,500 ആ ഒരു ഇതിൽ ചികിത്സ നടന്നേലേ ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു. ദൈവമേ, ശരിക്കും നമുക്ക് തന്നെ വലിയ സന്തോഷം തോന്നുകയാണ്. കുഞ്ഞിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? വെൽഡറാണ് അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എവിടെയാ നിങ്ങളെ വീട്? എവിടെ ശരിക്കും? ഞങ്ങള് തെടനാടെന്ന് പറയും. ഇടുക്കി. പാലാ, ഭരണങ്ങാനം, പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ പോകണം. ഓക്കെ, കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് അല്ലെ? അപ്പോൾ എന്തായാലും കോട്ടയംകാർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നത് ഈ ഇടുക്കിക്കാരി ടീച്ചറാണ് അല്ലെ? എന്തായാലും കുഞ്ഞും നിങ്ങളൊക്കെ എന്നും നല്ല ഐശ്വര്യത്തോടെ ഇരിക്കട്ടെ. ചേട്ടന്റെ പേരെന്തായിരുന്നു? ബാബു അല്ലെ? എവിടെ സ്ഥലം? വെരിക്കോസ് ആയിരുന്നു ചേട്ടനെ? 10-40 വർഷമായതാണ്. ഒരുപാട് ചികിത്സകളും ചെയ്തു നോക്കി. ഓപ്പറേഷൻ തന്നെ 1,20,000 രൂപയോളം അത് മുടക്കിയായിരുന്നു. എന്നിട്ട് എന്തായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോ എന്തായിരുന്നു? വീണ്ടും നല്ല നീര് കയറി അവര് കാലിങ്ങനെ മുറിക്കണമെന്നാണ് അവര് പറഞ്ഞതാണ്. അങ്ങനെ 2 ഇവിടെയും ഇവിടെ ആയിട്ട് 2 ചെയ്തു നോക്കി, പഴുത്തു പോയെന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ ടീച്ചർ ഇങ്ങനെ പൊന്നി ടീച്ചറിനൊക്കെ ഇവിടെ കാഞ്ഞാറിലൊരു ഒറ്റമൂലി ചികിത്സ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വന്നത്. 2 തവണ മരുന്ന് വാങ്ങി, ഈ 2ാമത്തെ തവണ കംപ്ലീറ്റ് നീര് കംപ്ലീറ്റ് എല്ലാം മാറി. ഇവിടെ ബ്ലഡ് ഓട്ടം ആയി കഴിഞ്ഞു. അത് ശരി. ബ്ലഡ് ഓട്ടം കാലം ഇങ്ങനെ മടങ്ങില്ലായിരുന്നു. ഈ വെള്ളമൊന്നും ഇങ്ങനെ മടങ്ങാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മരുന്ന് 40 ദിവസം വെച്ചാണ് മരുന്ന് തന്നായിരുന്നു. കാലത്ത് ഈ വണ്ണം ഉണ്ടായിരുന്നു. ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ ഏകദേശം ഒരു ചെറിയൊരു പൊട്ട് പോലെ ഉണ്ടായിരുന്നു. 2ാമത്തെ മരുന്ന് ഇവിടെ വാങ്ങിയപ്പോഴത്തേക്ക് പാതി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഫുള്ളായിട്ട് അങ്ങ് മാറിയത്. കാലിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഈ ആണി കൊള്ളും കണക്ക് അകത്തുനിന്ന് നമ്മള് ചെരുപ്പിനകത്തൂടെ ആണി കയറും കണക്ക് തോന്നുമായിരുന്നു. ഇല്ലായിരുന്നല്ലേ, ബ്ലഡ് മരച്ചിരിക്കായിരുന്നു. കാലിന്റെ ഇവിടെ എല്ലാം കാല് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഒരു മരത്തേലൊക്കെ പിടിക്കും പോലെ. സർക്കുലേഷൻ ഇല്ലായിരുന്നു. അപ്പോ അങ്ങനത്തെ അവസ്ഥയിലുള്ള വേറെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? ധാരാളം പൊട്ടി ഒലിച്ച് പുഴു വന്ന ആൾക്കാര് ധാരാളം വന്നിട്ടുണ്ട്. പഴുത്ത് വ്രണമായിട്ട് അവർക്കൊക്കെ കുറച്ചുകൂടെ നാളെ മരുന്ന് കഴിക്കേണ്ടി വരും. എന്നാലും പൂർണ്ണമായിട്ട് ഭേദമാക്കിയിട്ടുണ്ട്. ഇപ്പോ ഇതിന് എന്തെങ്കിലും ഇപ്പൊ ഈ ചികിത്സകളൊക്കെ കൊടുക്കുന്നതിന് മരുന്ന് ഫലിക്കണമെങ്കിൽ ഇത്ര പ്രായം വരെ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇല്ല. മരുന്ന് കൃത്യമായി കഴിക്കുക. പഥ്യമുണ്ട്. ബാബുവിനെ സംബന്ധിച്ച് പഥ്യം ശരിക്കും നോക്കി.
പഥ്യം നോക്കി മരുന്ന് കഴിച്ചു, അസുഖം ഭേദമായി. ആ പഥ്യം നോക്കി മരുന്ന് കഴിച്ച ആൾക്കാർക്കെല്ലാം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. മാറും. ഇത് ഇപ്പൊ ഇറച്ചി, മീന്, അതിൽ പച്ചമീൻ കഴിക്കാം, ഇറച്ചിയിൽ ചിലതേ കഴിക്കാവുള്ളൂ. അത് അല്ല, കോഴി തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് അത് മാറില്ല. അത് ഞാൻ കൃത്യം പറയും. പഥ്യം നോക്കാമെന്നുണ്ടെങ്കിലേ ഇവിടുത്തെ മരുന്ന് കഴിക്കാവുള്ളൂ. 15 ദിവസത്തേക്ക് ബാബു പടവലങ്ങിയ തോരനും കൂട്ടി കഞ്ഞി കുടിച്ച് ഒരു 15 ദിവസമായപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ എന്റെ കാലിന്റെ അസുഖം പകുതി മാറിയിരുന്നു. 40 വർഷത്തെ രോഗം നമ്മള് 2 മാസവും കൊണ്ട് മരുന്ന് കൊടുത്ത് മാറ്റി. അതെ അതെ, ശരിക്കും അതിശയം അല്ലെ. എന്റെ പേര് സാലി അല്ലേ? എവിടെ വീട്? കാഞ്ഞിരപ്പള്ളി. നമ്മുടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞായിരുന്നു, ഈ ടീച്ചറിന്റെ അവിടെ വന്നാൽ മുട്ടുവേദനയും വേദനകളെല്ലാം മാറും. അതുകൊണ്ട് ഞാൻ 10-12 വർഷം എനിക്ക് മുട്ടുവേദനയും കൈക്കുവേദനയും എല്ലാം തുടങ്ങിയിട്ട് ഒത്തിരി ആശുപത്രിയിൽ പോയി. എന്നിട്ട് ആ മരുന്ന് കഴിക്കുമ്പം കുറയും. പിന്നെ 1 മാസത്തിന് വലിയ കുഴപ്പമില്ല. പിന്നെ അന്നേരം ഇങ്ങനെ ഈ ടീച്ചറിന്റെ അറിവ് കിട്ടി. ഞാൻ ഇവിടെ വന്നു. അപ്പോൾ 3-4 പ്രാവശ്യം വന്നതേ ഉള്ളൂ. ആദ്യമേ വന്നപ്പം ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പച്ചമല്ലേ മാറുമോ അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 1 പ്രാവശ്യം കഴിച്ചു കുറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം പിന്നെയും കുറഞ്ഞു. അങ്ങനെ 3-4 പേര് വന്നു. ഇപ്പം പറ്റിയത് മാറി. ഇപ്പൊ എനിക്കാണ് കൈയും പൊക്കാൻ, എനിക്ക് വളമൊക്കെ കൈ കൊണ്ട് വെക്കാനും നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുട്ടല് വേദന ഭയങ്കര വേദന. നല്ലപോലെ നടക്കുകയും എടുക്കുകയെല്ലാം ചെയ്യും. മിനി അല്ലേ? എവിടെ വീട്? തൊടുപുഴ, കാഞ്ഞിരമറ്റം. പൊന്നി ടീച്ചറുടെ അടുത്തേക്ക് വരാൻ എന്തായിരുന്നു കാരണം? തലവേദന ഇങ്ങനെ 10-20 കൊല്ലമായിട്ടുണ്ടായിരുന്നു. അന്നേരം അത് പിന്നെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്റെ സ്വന്തക്കാരനായ ഈ ടീച്ചർ. അന്നേരം ടീച്ചറിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ടീച്ചറിന്റെ വീട്ടിൽ വന്ന് ഒറ്റമൂലിയാണ് ചെയ്തത്. അപ്പോൾ 1-2 വർഷം പ്രാവശ്യം വന്ന് ചെയ്തപ്പം നല്ലോണം കുറവുണ്ട്. ഓ, അത് ശരി. എന്ത് ശരിക്കും സാധാരണ തലവേദനയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? മൈഗ്രൈൻ്റെ ആയിരുന്നു പറഞ്ഞത്. വേറെ ചികിത്സകളൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിനു മുമ്പ് ചികിത്സകളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പത്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളുണ്ടോ? ഒത്തിരി ഒന്നുമില്ല, പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. എനിക്ക് തലയിൽ ഇങ്ങനെ മരുന്നരിച്ചിട്ട് പിന്നെ എണ്ണ വെച്ച് കുളിക്കുക, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. അതുകൊണ്ട് തന്നെ നല്ല ഭേദമായി അല്ലേ? ഞാൻ എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് വന്നതാണ്, എന്നെ കണ്ടറിഞ്ഞ് വന്നതാണ്. കാലിന് വെരിക്കോസിന്റെ ഒരു ഇത് തുടങ്ങിയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് മരുന്നും കുറെ കഴിച്ചു, ബാക്കി ഒരു ആയുർവേദമൊക്കെ ചെയ്തു. പക്ഷെ പൂർണ്ണമായിട്ട് മാറുന്നുണ്ടായില്ല. ഇവിടെ വന്നപ്പോ കുറെ കുറവുണ്ട്, വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ചൊറിച്ചിലിനും ഇതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. എന്റെ പേര് പവിത്രൻ അല്ലേ? ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. കണ്ണൂർ. സോറിയാസിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. ഒത്തിരി വർഷം ഞാൻ അതിനു വേണ്ടി ട്രീറ്റ് ചെയ്തു, കാശും കളഞ്ഞു. ലാസ്റ്റ് ഒരു കൈ ഇവിടെ നോക്കാന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഒരു 3-4 തവണ ഞാൻ ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരുന്ന് ഓരോ പ്രാവശ്യം കഴിക്കുന്നിടത്തോളം എനിക്ക് ഭേദമായി വന്നു. വളരെ വളരെ സന്തോഷവാനായിട്ട് ഞാൻ നിൽക്കുന്നു. തീർച്ചയായിട്ടും ചേട്ടന്റെ മുഖത്ത് കാണുന്നുണ്ട് അത്. ശരിക്ക് ഇത് എത്ര വർഷം മുമ്പാ ശരിക്ക് ഇത് തുടങ്ങിയത്? ഏകദേശം ഒരു 10 വർഷത്തിന് മേളിലായിട്ടുണ്ടാവും. കാരണം ആദ്യം താരനായിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങനെ അത് അത്ര കെയർ ചെയ്തില്ല. പിന്നെ അത് ഓരോരോ തരത്തിലും ഇങ്ങനെ മാറി സ്വഭാവം മാറി വന്നു. ലാസ്റ്റ് ഞാൻ തൊലിപ്പുറത്തൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഒരു ഡോക്ടറെ സമീപിക്കുന്നത്. ആദ്യം അലോപ്പതി മെഡിസിൻ നോക്കി. അപ്പോൾ പുള്ളിയാണ് ആ ഡോക്ടറാന്ന് പറഞ്ഞത് സോറിയാസിസ് ആണ്. ഏത് ഭാഗത്തായിരുന്നു ശരിക്ക് ഇത് കണ്ടു തുടങ്ങിയത്? ആദ്യം തലയിൽ തന്നെയായിരുന്നു. തലയിൽ ഇങ്ങനെ മുഴയായിട്ട് വന്നു. പിന്നെ ഓരോരോ ഭാഗങ്ങളിൽ ഇങ്ങനെ കാണാൻ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നെ അതിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി അല്ലേ? ശരിക്കും പൊന്നി ടീച്ചറുടെ അടുത്ത് വന്നിട്ട് അവരുടെ മരുന്ന് തുടങ്ങിയതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതിനൊരു മാറ്റം ചേട്ടന് കോൺഫിഡൻസ് തോന്നിയത്? കോൺഫിഡൻസ് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ എനിക്കത്, 1 മാസം വേണ്ടി വന്നില്ല, അതിന് മുന്നേ തന്നെ അതിനുള്ള മാറ്റങ്ങൾ എനിക്ക് വന്നു. ഈ ഒരു ചികിത്സകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദൈവം എല്ലാ അനുഗ്രഹവും തരട്ടെ ടീച്ചർക്ക്. വളരെയധികം നന്ദി. നന്ദി മോനെ, നന്ദി.